നമസ്കാരം, എല്ലാവർക്കും VR ഇലക്ട്രോണിക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് TDS7297 എന്ന് പറയുന്ന ഒരു IC നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പ്ലെയിൻ PCB നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അരികിൽ കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുക, എങ്കിൽ എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പ്ലെയിൻ PCBയിൽ TDS7297 ഒരു ആംപ്ലിഫയർ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ ഒരു ആംപ്ലിഫയർ എനിക്ക് ചെയ്യാനായിട്ട് ഇതിന്റെ കമ്പോണൻസിലോ ഞാൻ ഒരു എനിക്ക് ചിലവില്ല. കാരണം വെച്ചാൽ നമ്മുടെ പഴയ ടിവിയുടെ ബോർഡിൽ ഈ ഒരു IC ഉണ്ട്, ഈ ഒരു കമ്പോണൻസുകൾ ടിവിയുടെ ബോർഡിൽ കമ്പോണൻസ് എല്ലാം ഉണ്ട്. ഞാൻ ഈ കമ്പോണൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ അവിടെ ഇട്ടേക്കാം. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്, നിങ്ങൾ എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ട് ടിവിയുടെ ഒരു ആംപ്ലിഫയർ സെക്ഷൻ കട്ട് ചെയ്ത് ഈ ഒരു ICയുടെ കട്ട് ചെയ്തു? അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിവിയുടെ ആ ഒരു ബോർഡ് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിന്റെ ഹീറ്റ്സിങ്ങും ടിവിയുടെ ബോർഡായിരുന്ന ഹീറ്റ്സിങ്ങും IC ആണിത്. അപ്പം അത് കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ഉള്ള വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്കുകൾ ഒരുപാടുണ്ട്, ഫീഡ്ബാക്ക് സപ്ലൈകളുണ്ട്. അപ്പൊ അത് കട്ടായി പോകും. അതങ്ങ് ഒരുപാട് മാറി നമ്മുടെ ടിവിയുടെ ബോർഡ് ലൈൻ വഴി കറങ്ങിയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സപ്ലൈ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല, ലൈൻ കൊടുത്ത് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ആ IC വേറെ സർക്യൂട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ എടുത്തിരിക്കുന്ന IC TDS7297 ഒരു IC ആണ് എടുത്തിരിക്കുന്നത്. ചെറിയ IC ആണ്. അപ്പൊ രണ്ട് ടൈപ്പ് ICകളുണ്ട് TDS7297. ഓക്കെ, അപ്പൊ ഇതൊരു വലിയ IC ആണ്, കണ്ടില്ലേ? ഇത് വലിയ IC, ഇത് രണ്ട് TDS7297 ആണ്. നിങ്ങൾക്ക് ഇത് കാണാമെന്നറിയില്ല, കണ്ടോ? ഇത് ചെറിയ IC, ഇത് വലിയ IC ആണ്. രണ്ട് TDS7297 ആണ്. അപ്പം ഇത് രണ്ട് പവർ വ്യത്യാസമുണ്ട്, സെയിം പവർ തന്നെയാണ്, യാതൊരു പവർ വ്യത്യാസവും ഇല്ല. അപ്പൊ ഇത് രണ്ടൊരു സീരീസിൽ അവർ ഇറക്കിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കണക്ഷൻ ബില്ലോട് എടുക്കാം. അതിന്റെ കമ്പോണൻസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ എടുത്തിരിക്കുന്നത് 224 ഒരു രണ്ട് ഡിസ്ക് കപ്പാസിറ്ററുകളാണ്. അപ്പൊ 224 ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും 104 ഉപയോഗിക്കാൻ പറ്റും. വേറെ ഏതെങ്കിലും വാല്യൂ ഉള്ള ഡിസ്ക് കപ്പാസിറ്ററുകൾ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 47K രണ്ട് റെസിസ്റ്റൻസ് ആണ്. പിന്നെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ, വയലറ്റ്, ഓറഞ്ച്, ഗോൾഡ്. അതാണ് ഇതിന്റെ കളർ കോഡ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന രണ്ട് ഇലക്ട്രോണിക് കപ്പാസിറ്റർ ആണ്. ഒരു 1025ന്റെ കപ്പാസിറ്റർ, അതായത് 1000 μF 25 വോൾട്ടിന്റെ ഒരു ഫിൽറ്ററിംഗ് കപ്പാസിറ്ററും, പിന്നെ 10 μF 50 വോൾട്ടിന്റെ കപ്പാസിറ്റർ, രണ്ട് ഇലക്ട്രോണിക് കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 104Jയുടെ ഒരു ഡിസ്ക് കപ്പാസിറ്ററും, TDA7297 ICയും, പ്ലെയിൻ PCBയും. ഇനി പ്ലെയിൻ PCB ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ലെഗ് തന്നെ ചെയ്യുന്നതാണ്. അത് കുറച്ച് എളുപ്പം. പ്ലെയിൻ PCB ചെയ്യുന്നതിനേക്കാൾ കുറച്ച് എളുപ്പം ലെഗ് ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് പ്ലെയിൻ PCB കുറച്ച് വൃത്തി കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ഹീറ്റ് സിങ്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. നമ്മുടെ പ്ലെയിൻ PCBയോട് നമ്മുടെ IC ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ IC നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ICയുടെ ഒന്നും രണ്ടും പിന്നുകൾ സ്പീക്കറിന്റെ ഔട്ടാണ്. നമ്മുടെ മൂന്നാമത്തെ പിന്ന്, ഇത് 1, 2, മൂന്നാമത്തെ പിന്നിൽ നിന്ന് ഒരു 47K റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് മൂന്നാമത്തെ പിന്നോടെ ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്യാം. അപ്പൊ നമുക്ക് അതൊക്കെ 1 by 1 ആയിട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് സോൾഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് എന്നാൽ, പിന്നെ അതിന് താഴെ തന്നെ നമ്മൾ ഒരു വേറെ റെസിസ്റ്റർ, അതേ സെയിം വാല്യൂകൾ 47K തന്നെ നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ജോയിൻ ചെയ്ത് അവിടെ നമ്മൾ ഷോർട്ട് ചെയ്യുക. ഈ ഒരു ആ രണ്ട് റെസിസ്റ്റൻസും കൂടെ ഷോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടുത്തെ രണ്ട് റെസിസ്റ്റൻസ് നമ്മൾ ഷോർട്ട് ചെയ്തു.
അതായത് ഈ രണ്ട് നമ്മൾ ഭാഗം ഷോർട്ട് ചെയ്തു. അപ്പം മൂന്നാമത്തെ ലെഗിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടുത്തെ രണ്ട് ഇത് ഷോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ രണ്ട് ലെഗ് നമ്മൾ ഷോർട്ട് ചെയ്തു. അതായത് ഈ റെസിസ്റ്റൻസിന്റെ രണ്ട് ലെഗ് നമ്മൾ ഷോർട്ട് ചെയ്തു നമ്മൾ. ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ഷോർട്ട് ചെയ്തു. ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അടുത്ത് എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. ഓക്കെ അപ്പൊ നമ്മൾ നമുക്ക് അടുത്തുണ്ട് 10 നമ്മൾ ആ 10 മ്യൂഫിന്റെ 50 വോൾട്ട് കപ്പാസിറ്റർ ആണ്. 10 മ്യൂഫിന്റെ ഒരു 25 ആണെങ്കിലും കുഴപ്പമില്ല, വോൾട്ട് നമുക്ക് പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ 10 വോൾട്ടിന്റെ ഒന്നും കപ്പാസിറ്റർ യൂസ് ചെയ്യരുത്. അപ്പൊ ഒരു മിനിമം 25 അല്ലെ 16 അതൊക്കെ ആ ഒരു ലെവലിലുള്ള കപ്പാസിറ്ററുകൾ യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഇതിന്റെ ഈ ഒരു കപ്പാസിറ്റർ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ അപ്പം നമ്മൾ ഈ കപ്പാസിറ്റർ പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ ഈ ഒരു പോയിന്റ് നമ്മൾ ആദ്യം ഷോർട്ട് ചെയ്തൊരു പോയിന്റ് ഇല്ല, ഈ റെസിസ്റ്റൻസിന്റെ ഈ രണ്ട് എൻഡ് ഷോർട്ട് ചെയ്തൊരു പോയിന്റ് ഇത് പോസിറ്റീവ് ആണ്. കപ്പാസിറ്റർ പോസിറ്റീവ് ആയിട്ട് ഇങ്ങോട്ട് ഷോർട്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു എൻഡില് നമ്മുടെ ഈ തീർന്നവരുണ്ട്, അതായത് ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഇവിടെ ഈ രണ്ടാമത്തെ റെസിസ്റ്റൻസിന്റെ പോയിന്റ് അത് നെഗറ്റീവ്. അപ്പൊ ഇങ്ങോട്ട് സോൾഡർ ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അതായത് ഇതിന്റെ ഇത് പോസിറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ 6ഉം 7ഉം പിന്നുകൾ പോസിറ്റീവ് ആണ്. അപ്പം 6ഉം 7ഉം പിന്നുകൾ പോസിറ്റീവും 8ഉം 9ഉം പിന്നുകൾ നെഗറ്റീവ് ആണ്. ഓക്കെ അപ്പൊ നമ്മൾ നേരെ ഈ ഒരു പോസിറ്റീവ് സപ്ലൈ 6ഉം 7ഉം പിന്നുകളുമായിട്ട് ഷോർട്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ പിന്ന് ഉണ്ടെന്ന് വെച്ചാൽ 1 2 3 4 5 6. അപ്പൊ ഈ രണ്ട് പിന്നുകളാണ് നമുക്ക് അതിന്റെ ആ ഷോർട്ട് ചെയ്യേണ്ട പിന്നുകൾ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്യാം. നമുക്ക് ഇത് സോൾഡർ ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ജമ്പർ ഇട്ട് വയറിട്ട് ഇങ്ങനെ ജമ്പർ ഇട്ട് കൊടുത്താലും മതി. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. നമ്മളാണ് ഈ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ രീതിക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന ഇതിന്റെ 6ഉം 1 2 3 4 5 6 7ഉം ലെഗുകൾ ഷോർട്ട് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ ഇതവിടെ പോസിറ്റീവ് വരുന്നത്. പോസിറ്റീവ് നമ്മൾ നേരെ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്കൊരു ഇത് നമ്മൾ കോപ്പർ കട്ട് ചെയ്താണ് കൊടുക്കുന്നത്. നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് ടച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വെറുതെ ഇത്ര ലെഡ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ജമ്പറിന് പോലെ ഒരു കോപ്പർ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ അപ്പൊ ഇതിപ്പോ തൽക്കാലം ഇങ്ങനെ. അപ്പൊ നമുക്ക് നെഗറ്റീവോടെ കണക്ട് ചെയ്യാം. നെഗറ്റീവ് അടുത്ത രണ്ട് ലെഗുകളായ 8 9 ലെഗുകളിലേക്ക് ഷോർട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഷോർട്ട് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ അപ്പൊ നമ്മളിത് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇതിന്റെ 8 9 പിന്നുകൾ നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ലെഡ് തന്നെ യൂസ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ജമ്പർ പോയിട്ട് ഷോർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ പോസിറ്റീവ് നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ അപ്പൊ നമ്മൾ അത് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പോസിറ്റീവ് സപ്ലൈ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഇത് നമുക്ക് അടുത്ത ഇൻപുട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഇൻപുട്ട് എന്ന് പറയുന്നത് 12 4 പിന്നുകളാണ്. 4ഉം 12ഉമാണ് ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് വരുന്നത്. അപ്പൊ 1 2 3 4 നാലാമത്തെ പിൻ ഇവിടെയാണ്. അപ്പം 4ാമത്തെ പിന്നാണ് ഒരു ഇൻപുട്ട്. അപ്പം 5 6 7 8 9 10 11 12ാമത്തെ പിൻ ഇവിടെയാണ്. അപ്പൊ ഇതൊരു ഇൻപുട്ട്. ഓക്കെ ഇതുമാണ് ഇൻപുട്ട്. ഓക്കെ അപ്പൊ നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത് രണ്ട് കപ്പാസിറ്ററുകളാണ്. ഞാൻ നേരത്തെ നിങ്ങൾ എടുത്ത് രണ്ട് ഡിസ്ക് കപ്പാസിറ്ററുകളുണ്ട് 200. ഓക്കെ അപ്പൊ നമ്മൾ നേരെ ഈ 4ാമത്തെ പിന്നിന്റെ അവിടെ നമ്മുടെ 224ന്റെ ഡിസ്ക് കപ്പാസിറ്റർ. ഇപ്പൊ 224 ഇല്ലെങ്കിൽ നമ്മുടെ ഏതാ പറയുക, നമ്മുടെ വേറെ 104 യൂസ് ചെയ്യുക. 104 യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ആ വാല്യൂ കയറ്റി നിങ്ങൾ നോക്കുക. അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് ശരിക്കും വേണ്ടത് 0.22 മ്യൂഫിന്റെ ഡിസ്ക് കപ്പാസിറ്റർ ആണ്. ഓക്കെ അപ്പൊ നമ്മുടെ ആ ഒരു ഡിസ്ക് കപ്പാസിറ്റർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് സോൾഡർ ചെയ്യാം. അപ്പൊ നമ്മൾ നേരെ 4ാമത്തെ പിന്നോട്ട് സോൾഡർ ചെയ്യുക. ഓക്കെ അപ്പൊ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അപ്പൊ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതിന്റെ ഈ ഒരു കപ്പാസിറ്റർ ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് വരുന്നത്. ഈ ഒരു കപ്പാസിറ്റർ ഇവിടെയായിട്ടാണ് നമ്മൾ ഇൻപുട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇൻപുട്ട് ഈ കപ്പാസിറ്ററിൽ കയറി നേരെ നമ്മുടെ 4ാമത്തെ ലെഗിലേക്കാണ് വരുന്നത്. ഓക്കെ നമുക്ക് ഇവിടെ ഇതുപോലെ തന്നെ 12ാമത്തെ ലെഗിലും ഇതുപോലെ തന്നെ ഈ ഒരു കപ്പാസിറ്റർ ഇട്ട് കൊടുക്കാം. ഓക്കെ അപ്പൊ നമ്മുടെ ഒരു കപ്പാസിറ്റർ നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് സോൾഡർ ചെയ്യാം. ഓക്കെ അപ്പൊ നമ്മുടെ രണ്ട് ഇൻപുട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടുമാണ് ഇൻപുട്ട് വരുന്നത്. ഞാൻ കുറച്ച് നേരത്തെ എടുത്തേ ഉള്ളൂ ഇവിടുന്ന്. ഓക്കെ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ആണ്. ഓക്കെ നമുക്ക് അടുത്ത് പ്ലേസ് ചെയ്യണം നമ്മുടെ മെയിൻ ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ 1000 മ്യൂഫ് 25 വോൾട്ടിന്റെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്റർ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യണം. ഓക്കെ അപ്പൊ നമ്മുടെ കപ്പാസിറ്റർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു നെഗറ്റീവ് നമ്മൾ നേരത്തെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. 8 9 പിന്നുകൾ നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് എപ്പോഴും കോമൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നേരെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നെഗറ്റീവിലേക്ക് നേരെ ഈ നെഗറ്റീവ് എപ്പോഴും കോമൺ ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് നമ്മൾ ഈ ഒരു ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. പോസിറ്റീവ് നമ്മുടെ 14ഉം 3ഉം പിന്നുകളിലേക്കും കണക്ട് ചെയ്യുക. ഓക്കെ അപ്പൊ മെയിൻ ഫിൽറ്റർ ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ അപ്പൊ നമ്മുടെ ആംപ്ലിഫയറിന്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ
അപ്പോൾ നമ്മുടെ ഇതിന്റെ പോസിറ്റീവ് നമ്മൾ ഇതിന്റെ 14ാമത്തെ ലെഗിലേക്കും 3ാമത്തെ ലെഗിലേക്കും കണക്ട് ചെയ്തു. പിന്നെ ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ 8ഉം 9ഉം പിന്നെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുള്ളൂ, അങ്ങോട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ എൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റ് ഇട്ടേക്കാം, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ വർക്ക് കൂടെ ഉണ്ട്. നമുക്ക് 104 ചെയ്തിട്ട് കപ്പാസിറ്ററും കൂടെ ഡിസ്ക് കപ്പാസിറ്ററും കൂടെ നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് കപ്പാസിറ്റർ പോസിറ്റീവ് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 104 ഡിസ്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്, ഡിസ്ക് കപ്പാസിറ്റർ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിന്റെ വർക്ക് മൊത്തം തീർന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും അതിന് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ കണക്ഷൻ ലൈൻ കുറച്ച് നീട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലെഫ്റ്റ് റൈറ്റ് ഇതിന് ഗ്രൗണ്ട് ഇവിടെയാണ്, ഇത് ഗ്രൗണ്ട് സപ്ലൈ. ഓക്കെ, ഇവിടെ പോസിറ്റീവ് കപ്പാസിറ്ററിന്റെ അടിയിൽ നമ്മുടെ കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവ് തന്നെയാണ് ഇതിന്റെ ഒരു സപ്ലൈ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഔട്ട് പറയുന്നത് നമ്മുടെ ഇതിന്റെ ഔട്ടിന്റെ ലെഗ് വളരെ സിമ്പിൾ ആണ്. ലാസ്റ്റ് 2 ലെഗുകൾ, അതായത് 13ഉം 14ഉം 1ഉം 2 ലെഗുകളാണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് സ്പീക്കർ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനും കൂടെ ലൈൻ എടുത്ത് നമുക്ക് ഇന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് വേറെ കാര്യം ചെയ്യണം, എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ വാണിഷ് ഉണ്ടെങ്കിൽ ക്ലിയർ വാണിഷ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഞാൻ സാധാരണ നമ്മുടെ മണ്ണയാണ് എടുക്കുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സാധാരണ ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുന്നതിനകത്ത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഇതിന്റെ ഈ ലെഡിന്റെ തരികളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഷോർട്ടിങ് വല്ലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിന്റെ എല്ലാ ലെഗുകളും സോൾഡർ ചെയ്തിട്ടില്ല, കാരണം അതൊക്കെ ഫ്രീ ലെഗുകളാണ്, അതൊന്നും സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സോൾഡർ ചെയ്യാറ്. ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ബലത്തിന് വേണ്ടി സോൾഡർ ചെയ്യാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല, എന്ന് വെച്ചാൽ അതിന്റെ ബാക്കിയുള്ള ലെഗുകളുടെ ഫ്രീ ലെഗുകളാണ്. ഓക്കെ, നമുക്ക് അടുത്ത് ഇതിന്റെ സപ്ലൈയും അതിന്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഇതിന്റെ സപ്ലൈ വരുന്നത്. നമുക്ക് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് ഇതിന്റെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിത് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ സ്പീക്കർ ഇപ്പൊ ഒരു ചാനലിനെ കണക്ട് ചെയ്യുന്നുള്ളൂ, ഇപ്പൊ മറ്റേ ചാനൽ നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. ഒരു സ്പീക്കർ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത് നമ്മളിതിന്റെ സപ്ലൈയും അതിന്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഇതിന്റെ സപ്ലൈ വരുന്നത്. നമുക്ക് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് ഇതിന്റെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിത് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ സ്പീക്കർ ഇപ്പൊ ഒരു ചാനലിനെ കണക്ട് ചെയ്യുന്നുള്ളൂ, ഇപ്പൊ മറ്റേ ചാനൽ നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. ഒരു സ്പീക്കർ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ സ്പീക്കർ ഔട്ടും കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിന്റെ സ്പീക്കർ ഔട്ട് എന്ന് പറയുന്നത് 1, 2 പിന്നുകളും 13, 14 പിന്നുകളുമാണ് ഇതിന്റെ സ്പീക്കർ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ചാനലിനെ കണക്ട് ചെയ്യുന്നുള്ളൂ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇൻപുട്ടും കൂടെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിന്റെ കണക്ഷൻ ഒക്കെ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതാണ് ഗ്രൗണ്ട്, ഇത് ലെഫ്റ്റ് രണ്ട് ചാനലുകളാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ചാനൽ കണക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഇത് മോണോ ആയിട്ടാണ് ഞാനിപ്പോ ഇത് സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കണക്ടർ കൂടെ കണക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ആംപ്ലിഫയറിന്റെ കണക്ഷനും കാര്യം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈ സപ്ലൈ കൊടുത്തത് വർക്ക് ചെയ്യിച്ച് നോക്കിയാൽ മാത്രം മതി. അതിന് നമുക്ക് ഈഡ്സിംഗ് കൂടെ ടൈറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം ഞാൻ കാണിച്ച ഈ ഒരു ഈഡ്സിംഗ് ആയിരുന്നു. അപ്പൊ ഈ ഒരു ഈഡ്സിംഗ് ഇത് പ്ലേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു പ്രത്യേക സ്ലീവ് ഉണ്ട്, ആ സ്ലീവ് ഇട്ടേക്ക് മാത്രമേ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് വേറെ ഈഡ്സിംഗ് കൂടെ ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഐസി നമ്മുടെ ഈഡ്സിംഗ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സപ്ലൈയും നമുക്ക് ഇതിന്റെ സ്പീക്കറിന് കണക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആംപ്ലിഫയറിന്റെ കണക്ഷനും കാര്യമെല്ലാം കഴിഞ്ഞു. നമുക്ക് ഈ സപ്ലൈ മാത്രം ഒന്ന് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ. അപ്പൊ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന 8 ഇഞ്ച് ഒരു വൂഫറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് സപ്ലൈ കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ കണക്ഷനും ഇതിന്റെ വോൾട്ടേജും കണക്ട് ചെയ്യുക. അപ്പൊ 19 വോൾട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, അഡാപ്റ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ കൊടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്ത് നോക്കാം. അപ്പം നല്ലൊരു ടാപ്പിംഗ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഡിയോ കൊടുത്ത് നോക്കാം. ഓഡിയോ കൊടുത്ത് കറക്റ്റ് അറിയാം അതിന്റെ ഒരു എഫിഷ്യൻസി എങ്ങനെയാണ്. ഇപ്പൊ ചെറിയൊരു ഹമ്മിങ് ഉണ്ട്, ആ ഹമ്മിങ് 8 സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഓഡിയോ കൊടുത്ത് നോക്കാം.
ഓക്കെ, അപ്പൊ നമ്മളിത് വർക്ക് ചെയ്യിപ്പിച്ച് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് തന്നു. TD-7297 വേറെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഒരു ആംപ്ലിഫയർ ചെയ്തെടുക്കാൻ സാധിക്കും. നല്ലൊരു പവറോട് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് കൊടുത്ത വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ് ആണ്. അതിന്റെ ഒരു പവർ ഇത് കാണാനും ഉണ്ടായിരുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഹീറ്റിംഗ് ഒക്കെ വെച്ച് നന്നായിട്ട് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഒരു മിനിമം ഒരു 2 ആംപിയർ. അപ്പൊ സാധാരണ ഇത് കൊടുക്കുവാണെങ്കിൽ ഒരു 12 വോൾട്ട് ഒരു 3 ആംപിയർ വേണം. 2 ആംപിയർ കൊടുത്താൽ അത്ര റെക്കമെൻഡ് 2 ആംപിയർ ആണ്. 3 ആംപിയർ എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സൈൻ ഔട്ട് ചെയ്യുവാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായമോ നിർദ്ദേശമോ എന്റെ കമന്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.